നമ്മൾ ECG ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന ടൈമിൽ ചില ബീറ്റുകൾ ഏർലി വരുന്ന കാണാം, ചില റിതംസ് സോറ്റൂത്ത് പോലെ കാണാം. ചിലപ്പോൾ ആണെങ്കിലോ ഒരു ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറയുന്നത് 200 എബോവ് കാണാം. ഇതെല്ലാം ഒരു റിതമാണോ? അല്ല. ഒരു സ്മോൾ മിസ്റ്റേക്ക് ECG ഇൻ്റർപ്രിട്ടേഷനിൽ വന്നാൽ ആ ഡയഗ്നോസിസ് തന്നെ എൻ്റെ ഡയഗ്നോസിസ് തന്നെ മാറും. ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് ഏട്രിയൽ അരിത്മിയാസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏട്രിയൽ അരിത്മിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഏട്രിയൽ ഫ്ലട്ടർ എന്നാണ്. ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ കേസിൽ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഏട്രിയലുള്ളിൽ തന്നെ സർക്കുലാർ മോഷനിൽ റിപ്പീറ്റഡായിട്ട് ട്രാവൽ ചെയ്യും. ഇതിന് പറയുന്നത് റീ എൻട്രി സർക്യൂട്ട് എന്നാണ്. ഇതിൽ ഈ ഇമ്പൾസസ് റൗണ്ടായിട്ട് ഏട്രിയലുള്ളിൽ തന്നെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യും. അതുകൊണ്ട് ഈ ഏട്രിയ ഒരു 250 to 350 പെർ മിനിറ്റിൽ ഇലക്ട്രിക്കലി ആക്ടിവേറ്റ്. ഈ എല്ലാ ഇമ്പൾസസും വെൻട്രിക്കിളിൽ എത്തില്ല, കാരണം ഈ എവിനോട് സം ഇമ്പൾസസ് ബ്ലോക്ക് ചെയ്യും. എന്താണ് 2:1, 3:1, 4:1 കണ്ടക്ഷൻ എന്നറിയോ? 2:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്രിയ 2 വട്ടം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾ 1 വട്ടമാണ് ബീറ്റ് ചെയ്യുന്നത്. അതിനാണ് 2:1 കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ECG ഫീച്ചേഴ്സ് എങ്ങനെ നോക്കാം. ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ ക്ലാസിക്കൽ സൈൻ എന്ന് പറയുന്നത് സോ ടൂത്ത് പാറ്റേൺ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോ ടൂത്തിൻ്റെ പാറ്റേണിൽ നമ്മൾ ECGയുടെ റിതംസ് കാണപ്പെടും. ഇതിൽ P വേവ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. അതിന് പകരം ഈ ഫ്ലട്ടർ വേവ് ആണ് ഉണ്ടാവുക. ഫ്ലട്ടർ വേവ് അല്ലെങ്കിൽ F വേവ്. ഇതിൽ ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് 250 to 350 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ P വേവ് ആബ്സെൻ്റ് ആയിരിക്കും. QRS നാരോ ആയിരിക്കും. നമുക്കിനി ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ കോസസ് ഒന്ന് നോക്കാം. മെയിനായിട്ടുള്ള കോസസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, വാൽവുലാർ ഹാർട്ട് ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ്, COPD, പൾമണറി എംബോളിസം, ഹൈപ്പർ തൈറോയിഡിസം, ആഫ്റ്റർ കാർഡിയാക് സർജറി ഉണ്ടാവാം, ആൽക്കഹോൾ യൂസ്. പേഷ്യൻ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റംസ് നമുക്ക് നോക്കാം. പാൽപിറ്റേഷൻസ് ഉണ്ടാകാം, ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ആയിരിക്കും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവാം, ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, ഫറ്റീക്ക്, ഡിസ്നെസ്, വീക്ക്നെസ്. എന്തുകൊണ്ടാണ് ഏട്രിയൽ ഫ്ലട്ടർ ഡേഞ്ചറസ് എന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. ഏട്രിയ ബീറ്റ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ടാണ്. അതുകൊണ്ട് എഫക്റ്റീവായിട്ട് ഏട്രിയക്ക് കൺട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുമൂലം ഈ ഏട്രിയയിലുള്ളിൽ ബ്ലഡ് സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കും. ഇത് ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാവാം. ഈ ക്ലോട്ട് ട്രാവൽ ചെയ്ത് ബ്രെയിനിലെത്തി സ്ട്രോക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഏട്രിയൽ ഫ്ലട്ടർ ഈ ഡേഞ്ചറസ്. ഇനി നമുക്ക് ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റ് പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ റേറ്റ് കൺട്രോള്, റിതം കൺട്രോള്, ആൻറ്റി കൊയാഗുലേഷൻ, പിന്നെ അണ്ടർലൈൻ എന്തെങ്കിലും കോസസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. അതല്ല പേഷ്യൻ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ, അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഹൈപ്പോടെൻഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ, ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ് ഉള്ള പേഷ്യൻ്റ്, പിന്നെ സൈൻസ് ഓഫ് ഷോക്ക്, അക്യൂട്ട് ഹാർട്ട് ഫെയിലർ ഒക്കെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ പേഷ്യൻറ്റിന് സിങ്ക്രണൈസ്ഡ് കാർഡിയോവേഷനാണ് മാനേജ്മെൻറ്റായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഏട്രിയൽ ഫ്ലട്ടർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്താണെന്ന് നോക്കാം.